തൊഴിലാളി വർഗത്തിന്റെ അനിഷേധ്യനായ നേതാവ് VS-ന്റെ വിലാപയാത്ര ഇപ്പോൾ ആറ്റിങ്ങലിൽ എത്തിയിരിക്കുന്നു. ശരത് ചന്ദ്രൻ ചേരുകയാണ്. ശരത്ത്, ഈ നാടിന് VS-ഉമായുള്ള ഹൃദയബന്ധത്തിന്റെ ആഴം എത്രയാണെന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരത്. അതെ ഷമ്മി പറഞ്ഞതുപോലെ വിവരണാതീതമാണത്. സഖാവ് VS അച്യുതാനന്ദനും ഈ നാടും തമ്മിലുള്ള ആത്മബന്ധം, രാഷ്ട്രീയമായ ബന്ധം. ഒരു ജനത എത്രമാത്രം അദ്ദേഹത്തെ നെഞ്ചേറ്റിയിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തെ എത്രമാത്രം, അദ്ദേഹം നയിച്ച പ്രസ്ഥാനത്തെ എത്രമാത്രം നെഞ്ചേറ്റിയിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായി മാറിയിരിക്കുകയാണ് ഈ യാത്ര എന്നുള്ളതാണ്. ഉച്ചയ്ക്ക് 2 മണിക്ക് ദർബാർ ഹാളിൽ നിന്ന് ആരംഭിച്ച ഈ യാത്ര അതാ ഇപ്പോൾ ഈ സമയമാകുമ്പോഴും എത്തിയിട്ടുള്ളത് ആറ്റിങ്ങലിൽ മാത്രമാണ് എന്നുള്ളത് കൂടി കാണേണ്ടതുണ്ട്. ഇപ്പോൾ സമയം 10:20 തിരുവനന്തപുരവും കഴക്കൂട്ടവും മംഗലപുരവും തോന്നയ്ക്കലും കോരാണിയുമൊക്കെ കടന്ന് മാമവും കടന്ന് ആറ്റിങ്ങലിലേക്ക് എത്തിയതേയുള്ളൂ. ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലും ആളുകളിങ്ങനെ ഒത്തുകൂടി തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു പശ്ചാത്തലവും ഉണ്ട്. നമുക്ക് കാണാം, ഈ വാഹനങ്ങളിൽ ഈ പാതയുടെ ഓരങ്ങളിലും ആളുകൾ ഇങ്ങനെ നിൽക്കുകയാണ്. മെല്ലെ മെല്ലെ മാത്രമാണ് ആ വിലാപയാത്രയ്ക്ക് മുന്നോട്ട് കടന്നു വരാൻ കഴിയുന്നുള്ളത്. ഏറ്റവും ശക്തമായ നിലയിൽ തന്നെ VS-നോടുള്ള ഒരു നാടിൻ്റെ ആദരവ് വളരെ വളരെ പ്രകടമാണ് എന്നുള്ളതാണ്. ഏറ്റവും അധികം ആളുകൾ ഒത്തുചേരുകയാണ്. രാത്രി വൈകിയും ഏറെ വൈകിയാണ്, നേരത്തെ ഇതിൽ നിന്നും ഏറെ വൈകിയാണ് ഇപ്പോൾ ഈ ഓരോ പ്രദേശത്തൂടെയും കടന്നു പോകുന്നത്. പക്ഷേ അവിടേക്കൊക്കെ ഈ നേരത്തും മാത്രവുമല്ല ഷമ്മി, ഇവിടെ മഴയുണ്ടായിരുന്നു, ആറ്റിങ്ങലിൽ മഴയുണ്ടായിരുന്നു. ഈ വിലാപയാത്ര ഇവിടെ എത്തുന്നതിന് അല്പം മുമ്പാണ് മഴ അവസാനിച്ചത്. പക്ഷേ ആ മഴയൊന്നും ആളുകളുടെ ആവേശത്തെ കെടുത്തിയിട്ടില്ല. ഇവിടെയെല്ലാം ഈ പാതയോരങ്ങളിൽ ഇരുവശങ്ങളിലും ഇപ്പോൾ ഈ വിലാപയാത്ര കടന്നു വരുമ്പോൾ അതിനു മുൻപിലും ഒക്കെ ആളുകളാണ്. ഇരുവശങ്ങളിലും സഖാവിനെ ഒരു നോക്ക് അവസാനമായി കാണുന്നതിന് വേണ്ടി ആളുകൾ ആ ഇരുവശങ്ങളിലായി സജ്ജീകരിച്ചിട്ടുള്ള ഇടങ്ങളിലൂടെ നോക്കുന്നു, റീത്തുകൾ സമർപ്പിക്കുന്നു. അല്പം മുമ്പ് നോക്കിയപ്പോൾ വലിയ പൂമാലകൾ സമർപ്പിച്ചിരിക്കുന്നു. പൂമാലകളുമായി നിൽക്കുന്ന മനുഷ്യരെ കണ്ടു. അതെല്ലാം ഏറ്റുവാങ്ങിയാണ് സമര സൂര്യനാണ്, വിപ്ലവ സൂര്യന് വിട, VS അച്യുതാനന്ദന് വിട, ആറ്റിങ്ങലിൻ്റെ വിട വാങ്ങിയിരിക്കുകയാണ്. ആറ്റിങ്ങലിനോട് വിട പറഞ്ഞുകൊണ്ട് ആ വിലാപയാത്ര മെല്ലെ മുന്നോട്ട് സഞ്ചരിക്കുന്നു, മുന്നോട്ട് നീങ്ങുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്ന കാഴ്ചകൾ. മെല്ലെ വളരെ സാവധാനം ഇപ്പോൾ ഈ വിലാപയാത്ര ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിന് മുൻപിലേക്ക് എത്തുകയാണ് എന്നുള്ളതാണ്. ആറ്റിങ്ങൽ ടൗൺ കടന്നിട്ടില്ല, അപ്പോഴും തുടങ്ങിയിട്ടേ ഉള്ളൂ. ആറ്റിങ്ങൽ ടൗണിലൂടെ കടന്നു മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ. ആറ്റിങ്ങൽ നമുക്കറിയാം, ഈ പറഞ്ഞതുപോലെ നേരത്തെ ഷമ്മി പറഞ്ഞതുപോലെ ഈ നാടാകെയും വലിയ തോതിൽ VS-ന് ഈ വീരോചിതമായ യാത്രയപ്പ് നൽകുകയാണ്. അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവായി, നമുക്കറിയാം, സഖാവ് P കൃഷ്ണപിള്ള, EMS, AKG, EK നായനാർ, ആ നിരയിലേക്ക് സമുന്നതരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ നിരയിലാണ് VS അച്യുതാനന്ദനും. ആ നിലയിൽ ഈ നാട് ഇന്നോളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ആദരവോടെയുള്ള അതിശക്തമായ രാഷ്ട്രീയമായ യാത്രയപ്പാണ് ഇന്ന് കേരളം അദ്ദേഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തു നിന്നും ആരംഭിച്ച, ഉച്ചയ്ക്ക് 2 മണിക്ക് ആരംഭിച്ച ഈ യാത്ര ഏതു നേരം ആലപ്പുഴയിലെത്തും എന്നതിനെ സംബന്ധിച്ച് ആർക്കും ഒരു നിശ്ചയവുമില്ല. കാരണം അങ്ങനെ കണക്ക് കൂട്ടാൻ കഴിയാത്ത വിധം ആളുകൾ ഇങ്ങനെ കടന്നു വരികയാണ്. ഇപ്പോൾ ആ വാഹനം തന്നെ, ആ വിലാപയാത്ര സഖാവ് VS-നെയും വഹിച്ചുകൊണ്ടുള്ള ആ വാഹനം അല്പം അകലെയാണ്. കാരണം അതിന് മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നില്ല. ഞങ്ങൾ സഞ്ചരിക്കുന്ന വാഹനം കേരളത്തിലെ മാധ്യമങ്ങളുടെ ക്യാമറകളൊക്കെ ഘടിപ്പിച്ചിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാമുള്ള ഈ വിലാപയാത്രയ്ക്ക് മുൻപാകെ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തോടൊപ്പം ചേർന്നാണ് ഞാനുള്ളത്. ഞങ്ങളൊരല്പം മുന്നിൽ എത്തി. വിലാപയാത്ര കടന്നു വരാൻ ഏറെ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് പോലീസുമൊക്കെ തന്നെ വഴിയൊരുക്കിയാണ്, റെഡ് വോളണ്ടിയർമാരും പോലീസും ചേർന്ന് വഴിയൊരുക്കുമ്പോഴാണ് മെല്ലെങ്കിലും ആ ബസ് മുന്നോട്ട് നീങ്ങി തുടങ്ങുന്നത്. പ്രത്യേകം ഒരുക്കിയിട്ടുള്ള KSRTC ബസ്സിലാണ് സഖാവ് VS-ന്റെ അന്ത്യയാത്ര എന്നുള്ളതാണ്. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി, ഇടതുമുന്നണിയുടെ കൺവീനർ, സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി, CPIM-ന്റെ പൊളിറ്റ് ബ്യൂറോ അംഗമായി അരനൂറ്റാണ്ടുകാലം CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം എന്നീ നിലകളിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ട് CPIM-ന്റെ സമുന്നത നേതാവായി ഒട്ടേറെ പ്രക്ഷോഭങ്ങൾക്കും സമര പോരാട്ടങ്ങൾക്കും നേതൃത്വം കൊടുത്ത ഒരു സമര നൂറ്റാണ്ട് വിടവാങ്ങുകയാണ്. ഒരു സമരം തന്നെയായിരുന്നു, ഒരു നൂറ്റാണ്ട് പിന്നിട്ട സമരമാണ് ഇവിടെ അവസാനിക്കുന്നത്. അപ്പോഴും അദ്ദേഹത്തോട് വലിയ ആദരവോടുകൂടി ആളുകൾ എല്ലാവരും ഒത്തുചേരുകയാണ്. ഈ രാത്രിയിലും സ്ത്രീകളുടെ വലിയ നിര എല്ലായിടങ്ങളിലും കാണാം. എല്ലായിടത്തും ഉച്ച മുതൽ തന്നെ ഏതു നേരവും എപ്പോഴും കടന്നു വന്നാലും VS-നെ അവസാനമായി ഒരു നോക്ക് കാണാൻ
ചെറുപ്പക്കാരും സ്ത്രീകളും കുട്ടികളും എല്ലാവരും അടങ്ങുന്ന അപാലവൃദ്ധം ജനങ്ങളും ഇങ്ങനെ അതിന് ആറ്റിങ്ങലും ഒരു മാറ്റവും വന്നിട്ടില്ല. ആറ്റിങ്ങലിലും അതുതന്നെയാണ് നമ്മൾ കാണുന്നത്. ഈ വിലാപയാത്ര കടന്നു വരുമ്പോൾ ആളുകൾ ഒത്തുകൂടുന്നു. VS-നെ കാണാൻ ആ ബസ്സിൻ്റെ ഇരുവശങ്ങളിലുമായി ചേരുന്നു. അവർക്ക് കാണുവാൻ വേണ്ടി നേതാക്കൾ അവസരമൊരുക്കുന്നു. അങ്ങനെ മുന്നോട്ട് വരുന്നു, റീത്ത് സമർപ്പിക്കുന്നു, പൂക്കളർപ്പിക്കുന്നു, മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ച് അങ്ങനെ VS-നെ യാത്രയാക്കുകയാണ്. VS-ന് മരണമില്ല. VS-ൻ്റെ ഓർമ്മകൾ, VS-ൻ്റെ നിലപാടുകൾ, VS എടുത്തിട്ടുള്ള ചരിത്രപരമായ സമരത്തിൻ്റെ നിരവധി അനുഭവങ്ങൾ ഒക്കെ പേറി ഈ ജനത മുന്നോട്ട് തന്നെ പോകും. ഇനിയും ഏറ്റെടുക്കേണ്ട വലിയ സമരങ്ങൾക്കുള്ള ഊർജ്ജമായി VS അച്യുതാനന്ദൻ പകർന്നു തന്ന ആ കരുത്താർജിച്ച VS പകർന്നു തന്ന വഴികളിലൂടെ കരുത്തുറ്റ സമര പോരാട്ടങ്ങളിലൂടെ കടന്നുപോകാൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കും ഇടത് മതനിരപേക്ഷ ജനതയ്ക്കും ശക്തമായി കഴിയും എന്ന ആത്മവിശ്വാസവും അതുമായി ബന്ധപ്പെട്ട വലിയ നിലയിലുള്ള ആവേശം പ്രകടിപ്പിച്ചുകൊണ്ടുമാണ് ആളുകളൊക്കെയും ഇങ്ങനെ ഓരോ ഭാഗത്തും ഒത്തുചേർന്നുകൊണ്ടിരിക്കുന്നത്. ഷമി, അങ്ങനെ ആറ്റിങ്ങലിലൂടെ കടന്നു പോവുകയാണിപ്പോൾ VS-ൻ്റെ ഈ അന്ത്യയാത്ര.